നിന്നെ ഞാൻ ഉണ്ടല്ലോ, ഞാനല്ല വരുത്തുന്നത്, ഞാൻ ഒരു മീഡിയേറ്റർ, മേളിൽ നിന്ന് ആരോ നയിക്കുന്നു. അല്ലെങ്കിൽ ഇത് അനേകം ആളുകൾക്ക്, കാരണം ഞാൻ അനുഭവിച്ചെന്നാന്ന് എനിക്കറിയാം. ഈ കാരണങ്ങളിലൂടെ അവർക്ക് എങ്ങനെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക, അല്ലെ അവരുടെ കാരണങ്ങൾ അനേകം ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് എനിക്ക് പറ്റുമെന്നുള്ളൊരു വിശ്വാസം. കാരണം എൻ്റെ സ്വന്തം എക്സ്പീരിയൻസാണ്, അറിവാണ് പറഞ്ഞു കൊടുക്കുക. ഇത് അനുഭവമാകുമ്പോൾ എനിക്ക് കോരി പകർന്നു കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു ധൈര്യം വന്നപ്പോൾ, ഇരുട്ടിൻ്റെ അഭാവമാണ് വെളിച്ചം എന്ന് പറയുന്നത് പോലെ നെഗറ്റീവിൻ്റെ അഭാവം മാത്രമാണ് പോസിറ്റീവ്. എക്സലേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അതേസമയം നമ്മൾ ഏറ്റവും ശാന്തമായിരിക്കും, പോസിറ്റീവായിരിക്കുമ്പോഴോ ശ്വാസം ഉണ്ടോയെന്ന് പോലും സംശയമായിരിക്കും. അതുകൊണ്ട് പോസിറ്റീവിൻ്റെ ഇൻഹലേഷനാണ്. അബാക് മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് അവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ നിയോഗവുമായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഈ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് ഞാനിരിക്കുന്നത്. കാരണം എന്തെന്നാൽ 2017 മൈൻഡോറ എന്ന് പറയുന്നൊരു ക്ലാസ്സിൽ പങ്കെടുക്കാനുള്ളൊരു സൗഭാഗ്യം എനിക്ക് ലഭിച്ചു. കാര്യം ഒഫീഷ്യലായിട്ട് കുറേയധികം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയപ്പോൾ സൈക്കോളജിക്കലാണെന്ന് മനസ്സിലായി. പക്ഷേ അതിന് കൗൺസിലിങ്ങിന് പോകണോ, സൈക്കാട്രിസ്റ്റിനെ കാണണോ, എങ്ങനെയാണെന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുന്ന സമയത്ത് ഫേസ്ബുക്കിലെ ഒരു നോട്ടിഫിക്കേഷനിലൂടെയാണ് കണ്ടത്. മൈൻഡോറ എന്ന് പറഞ്ഞിട്ട് ശ്രീ പ്രദീപ് കെ നൈനാൻ അവർ നയിക്കുന്ന മൈൻഡോറ ക്ലാസ് തൃശ്ശൂർ പൂരം ഇൻ്റർനാഷണൽ വെച്ചായിരുന്നു. 2 ദിവസത്തെ ക്ലാസ് ആയിരുന്നു. വളരെയധികം സംശയങ്ങളോടെയാണ് ഞാൻ ആ ക്ലാസ്സിന് പോയത്. അപ്പോൾ അതിന് എനിക്കൊരാഗ്രഹമായിരുന്നു, അദ്ദേഹം ഈ അബാക് മീഡിയയുടെ ഫ്ലോറിൽ വരണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതേതായാലും യൂണിവേഴ്സ് സാധിച്ചു. അപ്പോൾ ഇന്ന് ഈ ഫ്ലോറിലേക്ക് ശ്രീ പ്രദീപ് കെ നൈനാൻ സാറിന് സ്വാഗതം. താങ്ക് യു ശ്രീനിവാസ പൈ ചേട്ടാ. എന്താ പറയുക, അദ്ദേഹത്തിനെ ഒരു സ്റ്റുഡൻ്റായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. അന്നും അദ്ദേഹത്തിൻ്റെ മേഖലകളെന്ന് പറയുന്നത് നല്ല ജ്ഞാനം ചില മേഖലകളിലുണ്ട്, അത് മനസ്സുമായിട്ട് എങ്ങനെ ഒന്ന് കണക്റ്റ് ചെയ്യാം. ഒത്തിരി സംശയമുള്ളൊരു സ്റ്റുഡൻ്റായിരുന്നു, അതാണ് ഏറ്റവും രസം. അതുകൊണ്ട് എനിക്ക് ലൈവാകാൻ പറ്റും. നല്ല സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉത്തരങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ. നല്ല സംശയങ്ങൾ ചോദിച്ച് ആ ക്ലാസ്സിനെ കൂടുതൽ ലൈവാക്കിയ ഒരു വ്യക്തി കൂടിയാണ് അന്നത്തെ ശ്രീനിവാസ പൈ ചേട്ടൻ. ഇന്ന് അദ്ദേഹം അബാക് മീഡിയയുടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ്. അബാക് മീഡിയയുടെ എന്ന് ഞാൻ പറയുന്നില്ല, സ്പിരിച്വൽ റൂട്ടിൽ അനേകം തലങ്ങളിൽ അദ്ദേഹം കടന്നു കയറി എന്നേ പറയുള്ളൂ. ഈ ബോധതലത്തിൻ്റെ കടന്നു കയറ്റം അത് അദ്ദേഹത്തിന് സാധിച്ചു. അത് ദൈവികതയുടെ അനുഗ്രഹം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം. എന്തായാലും ആ തേജസാറിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷം. താങ്ക് യു ചേട്ടാ. അപ്പോൾ കുറേയധികം ഉപാസനകൾ അറിയായിരുന്നു, മന്ത്രങ്ങൾ അറിയായിരുന്നു. അതോടൊപ്പം തന്നെ മനസ്സ് പിടിവിട്ട് പോകുന്നു. ആ സമയത്താണ് പ്രശ്നങ്ങളെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, പോസിറ്റീവ് ആവുക. പോസിറ്റീവായിട്ട് എന്തുകൊണ്ടാണ് സാറിൻ്റെ ക്ലാസ്സുകളിൽ സാർ ഒരു തരുന്നതാണ് ബി പോസിറ്റീവ്. യെസ്, ഈ പോസിറ്റീവ് ആകുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കാൻ ഒരാൾക്കും പറ്റില്ല, നെഗറ്റീവ് ആയിരിക്കാനും ഒരാൾക്കും പറ്റില്ല. കാരണം ഇരുട്ടിൻ്റെ അഭാവമാണ് വെളിച്ചം എന്ന് പറയുന്നത് പോലെ തന്നെ നെഗറ്റീവിൻ്റെ അഭാവം മാത്രമാണ് പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് ആയിരിക്കാൻ നിങ്ങളോട് പറയുന്നതിൻ്റെ സത്യം, നെഗറ്റീവ് ഒഴിവാക്കുക എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ പോസിറ്റീവ് ആയിരിക്കുക എന്ന് പറയും. അപ്പോൾ ഇതിനൊരു അഭാവത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് എങ്ങനെ മനസ്സിനെ പാകപ്പെടുത്താമെന്നുള്ളതാണ് ഞാൻ ആ ക്ലാസ്സുകളിലൂടെ നയിക്കുന്നത്. അപ്പം ബി പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും, എനിക്കും പറ്റില്ല, നിങ്ങൾക്ക് ആർക്കും പറ്റില്ല. ശ്വാസം അകത്തോടത്ത് എടുത്തിട്ട് എത്ര നേരം പിടിച്ചിരിക്കാൻ പറ്റും? എക്സെയിൽ, അതാണ് മൂന്നാം ശരീരം എന്ന് പറയാം നമുക്കതിന്. നമ്മുടെ ഒരു ശരീരമാണ്, ആ ചിന്തകളുടെ ഒരു ശരീരമുണ്ട്. അതിന് ഇൻഹെയിലാണ് പോസിറ്റീവ് ചിന്തകൾ, എക്സെയിലാണ് നെഗറ്റീവ് ചിന്തകൾ. അപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അല്ല നെഗറ്റീവായിട്ട് ആക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ കോപം വരുമ്പോൾ നിന്നെ ഞാൻ ഉണ്ടല്ലോ, എക്സലേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അതേസമയം നമ്മൾ ഏറ്റവും ശാന്തമായിരിക്കും, പോസിറ്റീവായിരിക്കുമ്പോഴോ ശ്വാസം ഉണ്ടോയെന്ന് പോലും സംശയമായിരിക്കും. അതുകൊണ്ട് പോസിറ്റീവിൻ്റെ ഇൻഹലേഷനാണ് ശാന്തത, നെഗറ്റീവിൻ്റെ എക്സലേഷനാണ് അക്രമവാസന അല്ലെങ്കിൽ അതുകൊണ്ട് ചിന്തകൾക്കകത്തും ഇൻഹേലും എക്സൈലും ഉണ്ട്. അത് നെഗറ്റീവും പോസിറ്റീവായിട്ട് നമുക്ക് അതിനെ എടുക്കാം. താങ്ക് യു സാർ. സാറിൻ്റെ ഒരു എനിക്ക് തോന്നുന്ന റിപ്പീറ്റേഷൻ ഉൾപ്പെടെ 7 ക്ലാസ്സുകളോളം ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അത് വിവിധ മേഖലകളിലുള്ള ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. സാധാരണക്കാർ തൊട്ട്, ഞാൻ ആ സമയത്ത് ബാങ്ക് മാനേജറായിട്ടൊരു ഇത് കിട്ടി, അതിൻ്റെ ആ ഇതും തലയെ കൊണ്ട് നടക്കുന്ന സമയത്താണ് അതിൻ്റെ ആ ചുമടും കൊണ്ടാണ് സാറിൻ്റെ ക്ലാസ്സിലേക്ക് പോയതുള്ള സംശയങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ അവിടെ നിന്ന് സാറിൻ്റെ ക്ലാസ് തൃശ്ശൂരുണ്ടെങ്കിൽ പങ്കെടുക്കണമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഓഫ്ലൈൻ ക്ലാസ് നടത്തണമെന്ന് പറയുന്നുണ്ട്.
ഇപ്പോൾ പണ്ട് തൊട്ടേ ഞാൻ മനഃശാസ്ത്ര ലേഖനങ്ങളൊക്കെ വായിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സാർ എടുക്കുന്ന ഒരു മൈൻഡ് ഓറ, നമ്മൾ ഓറ എന്നൊക്കെ പിന്നെ പഠിച്ചു കഴിഞ്ഞു, പക്ഷേ മൈൻഡ് ഓറ എന്ന് പറയുന്ന രീതിയിൽ സാർ ഒരു ക്ലാസ് വാർത്തെടുത്തിട്ടുണ്ട്, ഒരു തയ്യാറാക്കിയിട്ടുണ്ട്. എന്തായിരുന്നു സാറിന് അതിൻ്റെ ഒരു ഗുണഭോക്താവാണ് ഞാൻ. ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത് ശ്രീ പ്രദീപ് നൈനാൻ സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ആത്മവിശ്വാസമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ എങ്ങനെ സാറിന് ഇങ്ങനെ ഒരു ക്ലാസ് പരുവപ്പെടുത്തിയെടുക്കാൻ സാധിച്ചു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡോക്ടർ പി പി വിജയൻ സാർ എന്ന് പറയുന്ന വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിന് പരിവർത്തനം വരുത്തിയത്. കാരണം ഞാൻ സാർ പറഞ്ഞതിനേക്കാൾ വലിയ പ്രശ്നങ്ങളിലൂടെ ജീവിതം വല്ലാത്തൊരവസ്ഥയിലായപ്പം ഇനി എന്ത് ചെയ്യും എങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ ഒരു ശത്രുവാണ് സത്യത്തിൽ അന്നത്തെ, ഇന്ന് ശത്രു എന്ന് പറയാൻ പറ്റില്ലല്ലോ, അന്നൊരു ശത്രുവാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് അറിയാതെ സജസ്റ്റ് ചെയ്തു. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് ചില കാര്യങ്ങളിലൊരു കൊള്ളാമല്ലോ, ഇപ്പം ഇത്രയും നാൾ ഞാൻ ഓർത്ത് പുറത്തായിരുന്നു അവരായിരുന്നു പ്രശ്നം, ഇവരായിരുന്നു പ്രശ്നം, ഇതിപ്പോൾ പറഞ്ഞു വരുന്നത് ഞാൻ തന്നെയാണ് പ്രശ്നം എന്നുള്ള തലത്തിലേക്കാണല്ലോ വരുന്നത്. ഇത് മനസ്സിലാക്കിയപ്പം ഇദ്ദേഹത്തിൻ്റെ ക്ലാസ് ഉണ്ട്, 1 ഡേ ക്ലാസ് ഒന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നുണ്ട്. ഞാൻ പോയി, 5000 രൂപയാണ്, 2012 ഞാൻ കേട്ടിട്ട് അങ്ങോട്ട് പോയ പ്രദീപ് അല്ല തിരിച്ചു വന്നത്. കാരണം എൻ്റെ ചിന്തകളെ അപ്പാടെ മാറ്റിമറിച്ച് കളഞ്ഞു. ഞാൻ ഇത്രയും നാൾ കണ്ടിരുന്ന മനസ്സും കണ്ടിരുന്ന രീതിയിലും ഒന്നുമല്ല മനസ്സ് പോകുന്നത്. അപ്പം അദ്ദേഹം തന്നെ പറഞ്ഞു, ഇന്ത്യയിൽ ഡോക്ടർ ജിതേന്ദ്ര ആദി എന്ന് പറയുന്ന വ്യക്തിയാണ് മൈൻഡ് പവർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഫോർമേഷൻ ഉണ്ടാക്കിയത്. മനസ്സിനെ റീകണ്ടീഷൻ, അത് റീപ്രോഗ്രാമിംഗ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനാണ് ഇതിനെ റീകണ്ടീഷനിങ് എൻ്റെ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഞാൻ എത്തുന്നേ ഉള്ളൂ. അപ്പം ആ ജിതേന്ദ്ര ആദിയുടെ ഇന്ന് കേരളത്തിൽ നിന്ന് ആദ്യമേ പോയി പഠിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തിയ വ്യക്തിയാണ് ഡോക്ടർ പി പി വിജയൻ സാർ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് ഞാനിത് പഠിക്കുന്നത്. ഞാനിത് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്കിത് പഠിപ്പിക്കണമെന്നുള്ളൊരാഗ്രഹം വന്നു. കാരണം എന്നെ സെൽഫായിട്ട് എനിക്ക് മാറ്റിയെടുക്കാൻ വളരെ പെട്ടെന്ന് സാധിച്ചപ്പം ഇത് അനേകം ആളുകൾക്ക്, കാരണം ഞാൻ അനുഭവിച്ചെന്നാന്ന് എനിക്കറിയാം, ഇതൊന്നും ആരെങ്കിലും ഇങ്ങനെയൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എനിക്കൊരിക്കലും അങ്ങനെ ഒരു വഴിയിലൂടെ പോകേണ്ടി വരില്ല. അനേകം ആളുകളെ പരിവർത്തനപ്പെടുത്താൻ ഇതിനെ എന്തുകൊണ്ടൊരു മാർഗമാക്കി, അല്ല ഒരു ട്രെയിനറായി മാറിയാൽ അനേകം ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് എനിക്ക് പറ്റുമെന്നുള്ളൊരു വിശ്വാസം. കാരണം എൻ്റെ സ്വന്തം എക്സ്പീരിയൻസാണ്, അറിവാണെ പറഞ്ഞു കൊടുക്കാം, ഇത് അനുഭവമാകുമ്പോൾ എനിക്ക് കോരി പകർന്നു കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു ധൈര്യം വന്നപ്പം ഞാൻ അദ്ദേഹത്തിനോട് തന്നെ പറഞ്ഞു, എന്നെ ഒന്ന് പഠിപ്പിക്കാനായിട്ട് പഠിപ്പിക്കുക. അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, അതിന് ഇത്ര ലക്ഷം രൂപയാണ്. ശരി സാർ തരാം. അങ്ങനെ ഞാൻ അന്ന് ബ്ലേഡിനൊക്കെ പൈസ എടുത്തിട്ടാണ് ഞാൻ പോയി അത് പഠിച്ചത്. പക്ഷെ പഠിച്ചു, ഞാൻ ഇറങ്ങി ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്തു. ആദ്യമേ 1 ദിവസത്തെ കോഴ്സാണ്. ഇത് പഠിപ്പിച്ചങ്ങോട്ട് വന്നിട്ട് എനിക്കങ്ങോട്ട് തൃപ്തിയാകുന്നില്ല, ഇങ്ങനെയൊന്നും പോരാ. പിന്നീട് ഞാൻ അതിന് 2 ദിവസത്തെ വർക്ക്ഷോപ്പാക്കിയിട്ട് എക്സ്പാൻഡ് ചെയ്ത് മനസ്സിനെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ ഇതിനും അപ്പുറം എന്തൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. അങ്ങനെയാണ് ഓഷോയിലേക്ക് എത്തിച്ചേരുന്നത്. കാരണം മനസ്സിനെക്കുറിച്ച് 12,000-ലധികം ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞൊരു അദ്ദേഹത്തിനെ പറയുക മഹത് ഗുരുവാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ പാതകളിൽ സഞ്ചരിക്കാനും അവിടെ എത്തി. പൂനെയിലാണ് ആദ്യം എത്തുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഹിന്ദി ഇംഗ്ലീഷൊക്കെ വലിയ പാടാണ്. അപ്പോൾ പൂനെയിലല്ലാതെ വേറെ എവിടെയെങ്കിലും മലയാളത്തിലുണ്ടോ എന്നൊക്കെ തപ്പിയപ്പോഴത്തേക്കിന് ഓഷോ ധാര എന്ന് പറഞ്ഞ് ഓഷോയുടെ ഏറ്റവും അനുജൻ്റെ ഒരു സബ്ബായിട്ട് ഇവിടെ കോഴിക്കോട്ടൊക്കെ ഉണ്ടായിരുന്നു, ഓഷോ ധാര എന്ന് പറഞ്ഞ്. അപ്പോൾ അവരവിടെ മലയാളത്തിൽ ക്ലാസ്സുകൾ എടുക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു. അവരുടെ അടുക്കൽ ചെന്നപ്പോഴത്തേക്കിന് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിനെ കുറിച്ചിട്ട് വളരെ നന്നായിട്ട് കുറച്ചുകൂടെ ആഴത്തിൽ ഡീപ്പായിട്ടുള്ള മനസ്സിലായി. പിന്നീട് ഞാൻ ഒരു 3 മാസത്തിലൊരിക്കൽ 6-7 ദിവസമൊക്കെ ഓഷോയുടെ അനുജൻ്റെയും അദ്ദേഹത്തിൻ്റെ വൈഫ് എൻലൈറ്റൻ്റാണ്. അതേപോലെ തന്നെ ഓഷോയുടെ ഒരു ശിഷ്യനുണ്ട് സിദ്ധാർത്ഥ ഉലിയ എന്ന് പറയുന്നത്, അദ്ദേഹം. അപ്പോൾ ഇവർ 3 പേരും കൂടി ആയിരുന്നു അന്നത് നടത്തിയിരുന്നത്. അപ്പോൾ ഈ 3 പേരുടെയും എൻലൈറ്റൻ മാസ്റ്റേഴ്സിൻ്റെയും കൂടെ അനുഭവങ്ങളും അറിവുകളും കിട്ടിക്കപ്പം മൈൻഡ് ഓറ എന്ന് പറയുന്നൊരു രൂപം. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ പി പി വിജയൻ സാറിൻ്റെ നിന്ന് കിട്ടിയതും ഒപ്പം ഈ 3 ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയതും ഓഷോൻ്റെ ആശയങ്ങളിൽ നിന്ന് കിട്ടിയതും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തപ്പോഴാണ് മൈൻഡ് ഓറ എന്ന് പറയുന്ന 2 ഡേ വർക്ക്ഷോപ്പിനെ എനിക്കന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയത്. അത് അനേകം ആളുകളുടെ ജീവിതത്തിലേക്ക് എനിക്ക് പരിവർത്തനം വരുത്താൻ പറ്റിയിട്ടുണ്ട്. അത് ഞാനല്ല വരുത്തുന്നത്, ഞാൻ ഒരു മീഡിയേറ്റർ, മേളിൽ തന്നെ ആരോ നയിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിൽ 22 വർഷം 18 കമ്പനിയിൽ ജോലി ചെയ്ത വ്യക്തിയാണ്. എനിക്കതല്ലാതെ വേറെ ഒരു പണി അറിയാതിരുന്ന ഞാൻ ഇന്ന് പറയുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെടുകയാണ്, ഇതാരാണ് എന്നെക്കൊണ്ട് പറയിക്കുന്നത്. എല്ലാം നമ്മളിവിടെ ഇരുന്ന് കൊടുക്കുന്നു, മേളിൽ നിന്ന് അത് സംഭവിക്കുന്നു. ഇതാണ് സംഭവിച്ചത് സത്യത്തിൽ. പി പി വിജയൻ സാറിൻ്റെ മൈൻഡ് മാസ്റ്ററി എന്നായിരുന്നു. പക്ഷേ അത് തന്നെയുള്ള ആൾക്കാരുടെ ക്ലാസ്സുകളും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട്
ആൾക്കാർ സാധാരണക്കാർ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ, അതിൻ്റെ ബേസിക് കാര്യം എന്താണ്? ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന കാരണങ്ങൾ, ഞാനൊരു ബാങ്ക് മാനേജറായിട്ട് അനുഭവിക്കുന്ന കാരണം കൊണ്ടാണ് അവിടെ വന്നത്. അതോടൊപ്പം തന്നെ അവിടെ ബിസിനസ്സുകാരും അനുഭവിക്കുന്ന കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല കാരണങ്ങൾ, അന്ന് 20-25 പേരുള്ള ക്ലാസ് ആയിരുന്നു ആദ്യം ഞാൻ വരുമ്പോഴത്തേക്ക്. ഈ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണ്. ഈ കാരണങ്ങളിലൂടെ അവർക്ക് എങ്ങനെ സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ കാരണങ്ങൾക്ക് അതിന് ഒരു കോമൺ ഒരു ഫാക്ടറുണ്ട്, അത് ഇന്നതാണ്, അതിന് സൊല്യൂഷൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിലേക്ക് സാറിനെ കൊണ്ടെത്തിച്ച ഘടകം എന്താണ്? അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ്, ഈ എക്സ്പീരിയൻസ്. ഇപ്പോൾ ബിസിനസ്സിൽ ഞാൻ 22 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ, ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഞാൻ മാരേജ് ചെയ്തു 25ാമത്തെ വയസ്സിൽ, ഡൈവേഴ്സ്ഡ് ആണ്. അപ്പോൾ ഡൈവേഴ്സ് ചെയ്ത ഒരു വ്യക്തിയുടെ വിഷമം തന്നെയാണ്, ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു ദിവസം 2-2.5 ലിറ്റർ മദ്യം കഴിച്ചുകൊണ്ടിരുന്നത് ഞാനാണ്. 12 പാക്കറ്റ് സിഗരറ്റ് വലിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു വ്യക്തിയുടെ പ്രശ്നമാണ്. ഇപ്പോൾ ഇതൊക്കെ നിർത്തണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നിർത്താം, ഇതൊക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ എങ്ങനെ തുടങ്ങാം, ഇതെല്ലാം സെൽഫ് എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു അനേകം കാര്യങ്ങൾ. പിന്നെ രണ്ടാമതുണ്ടായ ഒരു കുട്ടി മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വിയോഗത്തിൽ എങ്ങനെയാണ് നമ്മളതിനെ തരണം ചെയ്യുക, ഡിപ്രഷൻ ഡീപ്പായിട്ട് അടിച്ചു പോയിട്ടുണ്ട്. ഭക്ഷണം പോലും ഭാര്യ വാരി തന്നാൽ ഇറക്കാൻ പറ്റാത്ത രീതിയിൽ ഡിപ്രഷൻ അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ അങ്ങനെ അതിന് പോയി മരുന്ന് കഴിച്ച് വായിന്ന് ഇറയും ഒക്കെ വന്നിരിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ പോയപ്പോൾ ഇതിൽ നിന്നൊക്കെ മാറിയേ പറ്റുള്ളൂ. ഈ മരുന്ന് കഴിച്ചൊന്നും ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല, എൻ്റെ ഹെൽത്തും കൂടെ പോകുമെന്ന് മനസ്സിലായപ്പോഴാണ് ഇങ്ങനെ തപ്പി അന്വേഷണത്തിലൊക്കെ ഇറങ്ങി ഈ കാര്യം കണ്ടെത്തിയതും. പിന്നീട് ഈ മെഡിറ്റേഷൻസും പ്രാക്ടീസ് ചെയ്ത് വന്നപ്പം ലൈഫിനെ ടോട്ടൽ എന്നെ ട്രാൻസ്ഫോം ചെയ്യാനും ഇതേ സാധനം ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തപ്പോൾ അവരിലെ ട്രാൻസ്ഫോർമേഷൻ കണ്ട്. അപ്പോൾ ആദ്യത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 വർക്ക്ഷോപ്പുകൾ മൈൻഡോറയുടെ സ്റ്റഡി ക്ലാസ് എന്ന് എൻ്റെ ഇതിൽ പറയാൻ പറ്റുള്ളൂ. അതിനുശേഷം പിന്നീട് 105 2-ഡേ വർക്ക്ഷോപ്പുകളൂടെ ചെയ്തപ്പോഴാണ് മൈൻഡോറ എന്നുള്ള ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത്. കാരണം അത്രയും ആളുകളുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ കണ്ടെത്താൻ പോയി. ഈ 100 വർക്ക്ഷോപ്പുകളിൽ വന്ന ആളുകളുടെ ഓരോ ചോദ്യത്തിനും എവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്തരം കിട്ടുക, റൈറ്റായിട്ടൊരു ആൻസർ കൊടുക്കണം. അപ്പോൾ അവർക്ക് അന്ന് തന്നെ ഞാൻ ആൻസർ കൊടുത്തു വിടും. പക്ഷേ എനിക്ക് തൃപ്തി വരാത്തപ്പം എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവരുണ്ടാവും. ഞാൻ പോയി എൻ്റെ ഗുരുക്കന്മാരോട് ചോദിച്ചിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് ഞാൻ അന്നേരം പറഞ്ഞ് അങ്ങനെയാണെങ്കിലും അതിനെ ഇങ്ങനെയാണ് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അത് മാറ്റിക്കൊടുത്തു. അപ്പോൾ അതൊക്കെയും ഈ സംശയങ്ങളാണ് എന്നെ വളർത്താൻ സഹായിച്ചത്. നല്ല സംശയങ്ങൾ തരുന്ന സ്റ്റുഡൻസാണ് നല്ലൊരു അധ്യാപകനെ വാർത്തെടുക്കുന്നത്. അല്ലേ? ഇത് വേറൊന്നും ചോദിക്കട്ടെ. അപ്പോൾ സാറ്, ഞാനിപ്പോൾ 2017 സാറ് എന്ന് തുടങ്ങി ഇങ്ങനെ അന്നത്തെ ടൈപ്പ് ഒരു മൈൻഡോറ ക്ലാസ് സാർ എന്ന് തുടങ്ങി? ശരിക്കും 2015 ലാസ്റ്റ് ആയപ്പോഴത്തേക്കിന് ഏതാണ്ടൊക്കെ ആ ഒരു ഫോമിലേക്ക് വന്നു. 2016 100ാമത്തെ വർക്ക്ഷോപ്പ് കഴിയുന്നത്. അപ്പോൾ സാർക്ക് 2017 അപ്പം മൈൻഡോറയുടെ ഫോമിലെത്തി. അത് വല്ലാത്ത നല്ലൊരു വൈബിലായിരുന്നു അത്. അപ്പോൾ അതിനകത്ത് ചോദിക്കേണ്ടത്, സാറ് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. കാര്യം ദിവസം 20 പേജെങ്കിലും വായിക്കുക. ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ കേൾക്കാം, നമ്മുടെ ഓരോരുത്തരുടെയും മതപരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുക, പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുക എന്നുള്ളതിൽ നിന്ന് അതിനെ അല്ലെങ്കിൽ ചുവട് പിടിച്ചോ അല്ലെങ്കിൽ അതിനൊപ്പം ദിവസം നമുക്ക് മോട്ടീവാകുന്ന 20 പേജുകൾ വായിക്കുക എന്ന് പറഞ്ഞൊരു നിർദ്ദേശം തന്ന സാർ ക്ലാസ്സുകളിൽ നിന്ന് വിട്ടുകൊണ്ടിരുന്നത്. കുറച്ച് സെലക്റ്റഡ് ബുക്സും സാർ വെച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു ഇത്, കാര്യം മാസ്റ്ററി ക്ലാസ്സിൽ പോയി വേറെ ആരും അത് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഉപദേശം തരാനുള്ള പ്രചോദനം എന്തായിരുന്നു? അതായത് മനസ്സിന് ഭക്ഷണം കൊടുക്കുക. വിജയൻ സാർ തന്നെ പറഞ്ഞു, വിജയൻ സാറല്ല, ജിതേന്ദ്ര ആദ്യ സാർ തന്നെയാണ് അത് പറഞ്ഞത്. മൈൻഡ് ഫുഡ്, സോളിന് ഫുഡ് കൊടുക്കണം, മനസ്സിന് ഫുഡ് കൊടുക്കണം. അപ്പോൾ മനസ്സിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഫുഡാണ് പോസിറ്റീവായിട്ടുള്ള ഇൻസ്പിറേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ. അതാണ് ബുക്കുകൾ വായിക്കുമ്പോൾ. അതിപ്പോൾ നമ്മൾ വായിക്കുന്ന ബുക്കുകൾ സെലക്ട് ചെയ്യുന്നതിൽ അതിന് പ്രാധാന്യമുണ്ട്. ആദ്യം തന്നെ പൈച്ചേട്ടൻ ചോദിച്ചിരുന്നു എന്നോട്, എങ്ങനെ ബി പോസിറ്റീവായിരിക്കാം. അതിൻ്റെ ഒരു ടെക്നിക്കെന്ന് പറയാൻ പറ്റില്ല, ഒരു മെത്തേഡെന്ന് പറയാം. കാരണം ടെക്നിക്ക് ഭയങ്കര പാടാണ് ഫോളോ ചെയ്യാൻ. ഇതൊരു വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാവുന്ന സാധനത്തിനെയാണ് നമ്മൾ മെത്തേഡെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതൊരു മെത്തേഡായിട്ട് കണ്ടാൽ മതി. ഈ ബുക്കിലേക്ക് വരുമ്പോൾ നമ്മൾ 20 പേജ് തന്നെ വായിക്കണമെന്നില്ല, 10 പേജ് വായിച്ചാൽ മതി. കാരണം ചില ടഫായിട്ടുള്ള പോർഷനാണ് 20 പേജ് വായിച്ചെടുക്കുക, ടൈം എടുക്കും. അത്രയും ടൈം ചിലർക്ക് രാവിലെ കളയാനായിട്ടുണ്ടാവും. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഒരു 10 പേജ് അങ്ങ് വായിക്കുക. ഈ 10 പേജിൽ നിന്ന് വെറുതെ വായിച്ചു പോയിട്ട് കാര്യമില്ല. അതിൽ നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ടത് എന്താണ്, ഒരു ഇൻഫർമേഷൻ അതിൻ്റെ അകത്ത്. വെറും ഒരു ഡാറ്റയാണ് ബുക്ക്. അതിൽ നിന്നൊരു ഇൻഫർമേഷൻ കിട്ടി. ഈ ഇൻഫർമേഷനെ നമ്മൾ കുറിച്ച് വെക്കണം, ഇല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രയോജനമില്ല. ഈ ഇൻഫർമേഷനിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ നോളജിലോട്ട് അതിനെ ആഡ് ചെയ്യണം. ഈ നോളജിലോട്ട് ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നു, വെളുപ്പിനെ 5 മണിക്ക് എഴുന്നേൽക്കുന്നത് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, മെഡിറ്റേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളതിന് ഇൻഫർമേഷനായിട്ട് എഴുതി വെച്ചു. ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാത്ത കാര്യവും കൂടിയാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്യണമെങ്കിൽ എനിക്കൊരു ഇൻഫർമേഷൻ, ഒരു വിവരമായിട്ട് ഞാൻ ഇതിനെ എഴുതി വെച്ചു. ഈ വിവരത്തിൽ നിന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ അറിവിലേക്ക് ഇതിനെ കൂട്ടിച്ചേർക്കണം.
ഇത് കൂട്ടിച്ചേർക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് വലിയ പാടാണ്. കാരണം നമ്മുടെ ഹാബിറ്റ് ഇല്ല. ഇത് കൂട്ടിച്ചേർക്കാൻ തുടങ്ങും പലരും. പിറ്റേ ദിവസം രാവിലെ 5-ന് എഴുന്നേക്കും, മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യും, കുഴപ്പമില്ല. പക്ഷേ ശരീരവും മനസ്സും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലല്ല. ഇവർ രണ്ടും രണ്ടല്ല, ഒന്നാണ്. ഇവർക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യുന്ന ഇഷ്ടമല്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? പകൽ ഉറക്കം വരുത്തും, ശരീരത്തിന് ക്ഷീണം വരുത്തും, പല പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട് ഇതിനെ മുടക്കാൻ നോക്കും. അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തനിയെ വീണ്ടും റിപ്പീറ്റ് ചെയ്യിച്ച് ചെയ്യിക്കുക എന്നുള്ളതാണ് ശരീര മനസ്സിൻ്റെ തന്ത്രം. അപ്പം അതിനെ മറികടക്കുക എന്നുള്ളത് നിങ്ങൾ ഇവിടെ ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഇതിനെ മറികടക്കാൻ. അപ്പം നമ്മൾ 1 ചെയ്തു, 2 ചെയ്തു, 3 ദിവസം ചെയ്തു, 4ാമത്തെ ദിവസം രാവിലെ നമ്മൾ സ്കിപ്പ് ചെയ്തു. ഈ സ്കിപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും എങ്ങോട്ടേക്ക് പോയി? പഴയ തന്ത്രത്തിൽ വീണുപോയി. അപ്പം നിങ്ങൾക്ക് എന്തുണ്ടാവണം? ഈ ഇൻഫർമേഷൻ ബുക്ക് അവിടെ, അതിനെ ഞാൻ പറയുന്നത് തന്നെ ജീവിത പരിവർത്തന ബുക്ക് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എവിടുന്ന് ഡാറ്റ കിട്ടുന്നോ, നല്ലൊരു ഇൻഫർമേഷനാണ്, അന്നേരം തന്നെ നിങ്ങളുടെ ബുക്കിൽ അത് പരിവർത്തനത്തിന് വേണ്ടി ഇൻഫർമേഷനായിട്ട് എഴുതി വെക്കുക. ഈ ഇൻഫർമേഷൻ മതി നിങ്ങളെ നോളജിലേക്ക് നയിക്കാൻ ഒരു ചൂണ്ടുപലകയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു വരണം, ഈ ഇൻഫർമേഷൻ നോക്കണം. അയ്യോ, രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം, ഇത് ചെയ്യണം, ഞാൻ ഇന്ന് വിട്ടുപോയി. അങ്ങനെ പല ആവർത്തി നമ്മൾ ഇത് ചെയ്ത് വരുമ്പോൾ തോൽവികളുടെ എണ്ണം കുറഞ്ഞു വരും.